ഹായ് ഹലോ. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ സീതപ്പഴം കുറച്ചുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നല്ല മൂത്ത നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഇത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടൊരു 2 വർഷമായി. കഴിഞ്ഞ വർഷം ഇതുപോലെ പൂത്തിട്ടും കായ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ചെടി വളരെ ചെറിയൊരു ചെടിയാണ്. ഒരു മരം, വലിയൊരു മരം എന്ന് പറയാനൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് താഴത്തുനിന്ന് തന്നെ ഫുള്ളായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛമ്മ ഇതുപോലെ അരിയും കലത്തിലാണ് ഇതിട്ട് പഴുപ്പിക്കൽ. അരി അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് പഴുപ്പിച്ച് ഞങ്ങൾക്ക് തന്നിരുന്നു. അതിൻ്റെ ഒരു പഴയകാല ഓർമ്മയും കൂടിയാണ് ഇത് ചെറുപ്പത്തിൽ കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. നമ്മളെവിടെ കണ്ടാലും ഇത് വാങ്ങിയിരുന്നു. അപ്പോൾ അതുപോലെ മാർക്കറ്റിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നപ്പോൾ അതിൻ്റെ കുരു നല്ല മൂത്തതാണ് എന്ന് തോന്നിയപ്പോൾ കുറച്ചെണ്ണം നമ്മളെടുത്ത് പാകി നോക്കി. അപ്പോൾ അതിൽ കൂടുതലായിട്ടൊന്നും മുളച്ച് വന്നില്ല. അപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞതെന്നാണ് പിന്നെ ഇത് മുളച്ച് നമുക്ക് ഒരു ചെടിയായി കിട്ടിയത്. അപ്പോൾ നമ്മളതിനൊന്ന് പരിപാലിച്ച് നോക്കി വളർത്തിയപ്പോൾ നമുക്ക് കായും കിട്ടാൻ തുടങ്ങി. നമ്മൾ ഇതുപോലെയാണ് മൂത്തത് നോക്കിയെടുക്കുക. നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിണ്ട് വന്നിട്ടുണ്ടാവും. അങ്ങനത്തെയാണ് നന്നായി മൂത്തത്. ഇതൊന്ന് 2 ദിവസം നമ്മൾ അരിയും കലത്തിലോ എന്തിലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പഴുത്ത് വരും. അപ്പോൾ നമ്മൾ കുറച്ചെണ്ണം പറിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആകെ കിട്ടിയത് ഒരു 3-4 അതിന് കിട്ടിയിട്ടുണ്ട്. നമുക്കത് അരിയും കലത്തിൽ ഇട്ടിട്ടൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ നാട്ടിലിതിനെ സീതാപ്പഴം എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിലിതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.